Good morning, students. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ചാപ്റ്റർ 7 ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ CBSE എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to pi x divided by 1 plus sin x dx. ഇത് 2022 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് പ്രോപ്പർട്ടി എന്താണ്? 0 to a f of x dx is equal to integral 0 to a f of a minus x dx. ഈ ഒരു പ്രോപ്പർട്ടി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോപ്പർട്ടി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു പ്രോപ്പർട്ടിയാണ് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് a. 0 to a f of x dx ആണെങ്കിൽ ആ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ 0 to a f of a minus x dx. ആ പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? let I is equal to integral 0 to pi x divided by 1 plus sin x dx. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ I എന്ന് പേര് കൊടുത്തു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് പേര് കൊടുത്തത്? I എന്ന് ഞാൻ പേര് കൊടുത്തു. അപ്പൊ I is equal to integral 0 to pi x by 1 plus sin x dx. ഇനി also I is equal to, നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പിന്നെ? ഇന്റഗ്രൽ 0 to pi x എന്നുള്ള എന്തായിട്ട് മാറും? അവിടെ a minus x ആയിട്ട് മാറും. ഇവിടെ a യുടെ സ്ഥാനത്ത് എന്താണ്? pi ആണ്. അപ്പൊ pi minus x divided by 1 plus താഴെയുള്ള x ന് ഇവിടെ എന്ത് കൊടുക്കണം? sin pi minus x dx. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണ്? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടുക? 2i കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടും? 0 to pi x by 1 plus sin x dx plus 0 to pi minus x by 1 plus sin pi minus x dx. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ i യും കൂട്ടുമ്പോൾ 2i വന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 to pi x by 1 plus sin x dx plus 0 to pi minus x by 1 plus sin pi minus x dx. ഇത് നമുക്ക് എന്ത് എഴുതാം? 0 to pi x by 1 plus sin x dx plus, ഇത് രണ്ടായിട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? 0 to pi dx by 1 plus sin pi minus x dx plus 0 to pi ഇവിടെ minus x dx by 1 plus sin pi minus x. നമ്മൾ ഇതിനെ രണ്ട് ടേം ആയിട്ട് തിരിച്ചു. pi divided by 1 plus sin pi minus x നമ്മൾ ആദ്യം എഴുതി. പിന്നെ minus x dx by 1 plus sin pi minus x രണ്ടാമത്. ഇത് നോക്കിയേ, ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒന്ന് പോസിറ്റീവ് ആണ്, മറ്റൊന്ന് നെഗറ്റീവ് ആണ്. രണ്ടും കട്ട് ചെയ്തോളൂ. ബാക്കി നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ബാക്കിയുള്ളത് ഇവിടെ എഴുതാം. Therefore 2i എന്നുള്ളത് 2i is equal to, ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ്, that is pi നമ്മൾ പുറത്തെടുക്കുമ്പോൾ 0 to pi dx divided by 1 plus sin pi minus x. എന്താണ് sin pi minus theta? നമ്മൾ +1 ൽ പഠിച്ചിട്ടുണ്ട്. sin pi minus theta എന്ന് പറഞ്ഞാൽ എന്താണ്? sin theta ആണ് അല്ലേ? +2 ൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? sin pi minus theta is equal to sin theta. sin 90 minus theta എന്താണ്? cos theta. cos 90 minus theta എന്താണ്? sin theta. അപ്പൊ sin pi minus theta എന്ന് പറയുന്നത് sin theta ആണ്. കാരണം sin pi minus theta എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇവിടെ പൈ വന്നിരിക്കുന്നതുകൊണ്ട് സൈൻ തന്നെ വരുന്നു. സെക്കൻഡ് ക്വാർട്ടറിലെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്, സൈൻ തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ എഴുതാം? സൈൻ എക്സ് എന്ന് എഴുതാം. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണം. പൈ ഇൻടു ഇന്റഗ്രൽ 0 to pi. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണ്? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിൽ ഗുണിക്കും. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ്
എന്താണ് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ്? 1 പ്ലസ് സൈൻ എക്സിന്റെ കോൺജുഗേറ്റ് എന്താണ്? 1 മൈനസ് സൈൻ എക്സ്. അപ്പൊ 1 മൈനസ് സൈൻ എക്സ് കൊണ്ട് മുകളിലും താഴെ ഞാൻ ഗുണിക്കാൻ പോവാം. അപ്പൊ പൈ ഇൻറ്റു 0 ടു പൈ, ഇവിടെ പൈ 0 ടു പൈ 1 മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു പൈ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. therefore നമുക്ക് എന്ത് കിട്ടും? പൈ ഇൻറ്റു 0 ടു പൈ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ 2i എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു, ഇവിടെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു കഴിയുമ്പോൾ 0 ടു പൈ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? സീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് 0 ടു പൈ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ഇൻറ്റു സീക് എക്സ് രണ്ട് ടേം ആയിട്ട് തിരിച്ചു. ഇനി എന്ത് ചെയ്യണം? പൈ ഇൻറ്റു അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്യാൻ പോണേ? ഇവിടെ 0 ടു പൈ സീക് സ്ക്വയർ എക്സ്. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ, സീക് സ്ക്വയർ എക്സ് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്? ടാൻ എക്സിന്റെ. അപ്പൊ സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ടാൻ എക്സ് 0 ടു പൈ മൈനസ് ടാൻ എക്സ് സീക് എക്സ്. സീക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സീക് എക്സ് അല്ലെ? സീക് എക്സ് ഇവിടെ സീക് എക്സ് കിട്ടുന്നു. then 0 to പൈ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പൈ ഇൻറ്റു ടാൻ പൈ. ടാൻ പൈയുടെ വാല്യൂ എന്താണ്? 0. ടാൻ 0 എന്താണ്? 0. ഇത് രണ്ടും 0 ആയി പോയി. ഇനി സീക്കിന്റെ കേസിലേക്ക് എടുക്കാം. സീക്കിന്റെ കേസിൽ സീക്ക് പൈ എത്രയാണ്? -1. സീക്ക് 0 എത്രയാണ്? -1. സീക്ക് 0 എന്ന് പറഞ്ഞാലും 601. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? പൈ ഇൻറ്റു -1 -2 -2 ഇൻറ്റു -1 മൈനസ് എന്ന് പറയുമ്പോൾ 2 വരും. 2 പൈ. therefore നമുക്ക് i യുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? i യുടെ വാല്യൂ വിൽ ബി പൈ. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? പൈ എന്നാണ് നമുക്ക് ആൻസർ. i is equal to പൈ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്? ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? ഇന്റഗ്രൽ 0 ടു a f of x dx. 0 to a f of x dx ന്റെ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ 0 to a f of a minus x dx. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ചെയ്തത്. എങ്ങനെയാണ് ചെയ്തത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം i എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് മറ്റൊരു i കൂടി കണ്ടുപിടിച്ചു. ഈ i കൂടി കൂട്ടുമ്പോൾ 2i എന്ന് വന്നു. അതിനുശേഷം നമ്മളത് സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം താഴെയുള്ള 1 പ്ലസ് സൈൻ എക്സിന്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിലും ഗുണിച്ചു. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് വന്നു. ഇന്റഗ്രേഷൻ ചെയ്തു. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2i = 2 പൈ എന്ന് കിട്ടി. therefore i തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇന്റഗ്രൽ 0 ടു പൈ x ബൈ 1 പ്ലസ് സൈൻ എക്സ് dx ന്റെ ആൻസർ എന്താണ്? പൈ എന്നാണ് ആൻസർ കിട്ടുക. നോട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്തെടുത്തില്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടിയത്? പൈ എന്ന ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ പ്രോപ്പർട്ടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് എക്സാമിനേഷൻ ഉണ്ടാവും. ഇത് എന്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്? 2022 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത CBSEക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? Find integral sin 3x by sin x dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2022 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. 2022 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ? ഇന്റഗ്രൽ sin 3x by sin x dx. ഇത് ചെയ്യണമെങ്കിൽ sin 3x ന്റെ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് sin 3x ന്റെ ഫോർമുല? sin 3x എന്ന് പറഞ്ഞാൽ 3 sin x minus 4 sin cubed x. നമ്മൾ ഫസ്റ്റ് ഇയറിൽ +1 ട്രിഗണോമെട്രിയിൽ പഠിച്ച റിസൾട്ട് ആണ്. sin 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 sin x minus 4 sin cubed x. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രൽ sin 3x ന് പകരം 3 sin x minus 4 sin cubed x divided by sin x dx. ഇനി ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുന്നത്? ഇന്റഗ്രൽ 3 sin x by sin x രണ്ടായിട്ട് തിരിക്കുകയാണ്, മൈനസ് ഇന്റഗ്രൽ 4 sin cubed x by sin x രണ്ടായിട്ട് തിരിച്ചു. എന്നിട്ട് sin x ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 3 dx 3 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഇവിടെ മൈനസ് 4 ഇൻറ്റു ഇവിടെ ഒരു sin x നമ്മൾ വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഇന്റഗ്രൽ sin സ്ക്വയർ x dx. ഇനി അടുത്ത എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ അത് 3x കിട്ടി. അടുത്ത കേസിൽ 4 ഇൻറ്റു ഇന്റഗ്രൽ sin സ്ക്വയർ x ന് നമ്മൾ ഒരു ട്രിഗണോമെട്രിക് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? sin സ്ക്വയർ x ന്റെ ഫോർമുല എന്താണ്? 1 minus cos 2x by 2. 1 minus cos 2x by 2. ഈ ഒരു ഫോർമുല നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. sin സ്ക്വയർ x ആവുമ്പോൾ 1 minus cos 2x by 2, cos സ്ക്വയർ x ആവുമ്പോഴോ 1 plus cos 2x by 2. ഇവിടെ നമ്മൾ എന്ത് ഫോർമുല കൊടുക്കും? sin സ്ക്വയർ x നെ 1 minus cos 2x by 2 dx. ഈ 4 ഉം 2 ഉം വെട്ടിക്കളഞ്ഞു, 2 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3x minus ഇന്റഗ്രൽ dx മൈനസ് ഇന്റഗ്രൽ cos 2x dx രണ്ടായിട്ട് തിരിച്ചു വെച്ചു. അപ്പൊ 3x മൈനസ് ഇന്റഗ്രൽ dx എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x മൈനസ് ഇവിടെ cos 2x ന്റെ എന്താണ്? sin 2x divided by 2. ഒരു പ്ലസ് ഇടണം. അപ്പോ 3x ൽ നിന്ന് നമ്മൾ x കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 2x പ്ലസ് sin 2x divided by 2 പ്ലസ് c. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടി? 3x ൽ നിന്ന് നമ്മൾ x കുറച്ചു. 3x ൽ നിന്ന് ഇവിടെ ഇന്റഗ്രൽ dx ആണ്. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടെ 2 ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമുക്ക് 2 നമ്മൾ അവിടെ ഇട്ടില്ല. ഇവിടെ 2 ഉണ്ട്. അപ്പൊ 3x മൈനസ് 2x പ്ലസ് 2 കട്ട് ചെയ്ത് കളയുമ്പോ sin 2x പ്ലസ് c എന്ന് പറഞ്ഞാൽ x പ്ലസ് sin 2x പ്ലസ് c. കിട്ടിയ ആൻസർ എന്താണ്? x പ്ലസ് sin 2x പ്ലസ് c എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി ഏതാണ്? sin 3x. sin 3x ന്റെ ഫോർമുല എന്താണ്? sin 3x ന്റെ ഫോർമുല 3 sin x minus 4 sin cubed x. ആ ഫോർമുല കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതിനെ രണ്ടായിട്ട് മാറ്റി. അപ്പൊ 3 sin x by sin x കിട്ടി, 4 sin cube by sin x കിട്ടി. ഇവിടെ നമ്മൾ sin x വെട്ടിക്കളഞ്ഞു. അപ്പൊ 3 ഇന്റഗ്രൽ ഓഫ് dx ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനായി. ഇപ്പുറത്തോ നമ്മൾ sin x വെട്ടിക്കളഞ്ഞപ്പോ sin സ്ക്വയർ x കിട്ടി. ഈ sin സ്ക്വയർ x ന് മറ്റൊരു ട്രിഗണോമെട്രിക് ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? 1 minus cos 2x by 2. ആ ഫോർമുല ഇവിടെ കൊടുത്തുകൊണ്ട് 1 minus cos 2x by 2 കൊടുത്തപ്പോ ഈ 4 2 വെട്ടി 2 വന്നു. 2 ഇൻറ്റു ഇന്റഗ്രൽ dx മൈനസ് ഇന്റഗ്രൽ cos 2x. അതിനുശേഷം എന്ത് ചെയ്തു? 3x മൈനസ്
ഈ 2 ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. മൈനസ് കോസ് 2x ന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ 2x ഡിവൈഡഡ് ബൈ 2. ആ 2x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ താഴെ എഴുതണം 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3x മൈനസ് 2x മൈനസ് 2x പ്ലസ് സൈൻ 2x പ്ലസ്. ഫൈനൽ ആൻസർ എന്താണ്? 3x ൽ നിന്ന് 2x കുറച്ച് കഴിയുമ്പോൾ x പ്ലസ് സൈൻ 2x പ്ലസ് എന്ന് നമുക്ക് ആൻസർ കിട്ടാം. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം കേട്ടോ. ഇതെല്ലാം CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ് കേട്ടോ. 3 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1/2 log 3 0 to 1/2 log 3 e raised to x divided by e raised to 2x plus 1 dx. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ്? 1/2 log 3. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? e raised to x by e raised to 2x plus 1. ഇത് നമുക്ക് ഇവാലുവേഷൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോബ്ലം ആണ്. ആഫ്റ്റർ ദി ഇന്റഗ്രേഷൻ വി അപ്ലൈ ദി ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്താണ്? 1/2 log 3. ലോവർ ലിമിറ്റ് എന്താണ്? 0. എല്ലാവരും എഴുതിയിട്ടില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇന്റഗ്രൽ ഫംഗ്ഷൻ e raised to x ഡിവൈഡഡ് ബൈ e raised to 2x plus 1 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. e raised to x ന് ഞാൻ u എന്ന് കൊടുക്കുന്നു. നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ x ൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് e raised to x ന് u എന്ന് കൊടുത്തു. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് e raised to x dx എന്ത് കിട്ടും? e raised to x dx എന്ന് പറഞ്ഞാൽ du. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും? ഇന്റഗ്രൽ e raised to x dx എന്ന് വരും du. e raised to 2x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 2x എന്ന് പറഞ്ഞാൽ e raised to x ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്താ എഴുതാം? u സ്ക്വയർ എന്ന് എഴുതാം. u സ്ക്വയർ പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ലിമിറ്റ് മാറ്റണം. നമ്മൾ x ൽ നിന്ന് u ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി ലിമിറ്റ് മാറ്റണ്ടേ? ലിമിറ്റ് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x = 0 ആകുമ്പോൾ u സമയം എന്താണ്? e raised to 0 that is equal to 1. ഇനി x = 1/2 log 3 ആവുമ്പോൾ u സമയം എത്രയാണ്? e raised to 1/2 log 3. അതിന് നമുക്ക് എന്ത് എഴുതാം? e raised to log 3 raised to 1/2 എന്താ? log 3 raised to 1/2. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ആൻസർ 3 raised to 1/2 എന്ന് പറഞ്ഞാൽ 3 raised to 1/2 log e. log e യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. log e = 1. അപ്പൊ 3 raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ്. അപ്പൊ പുതിയ ലിമിറ്റ് എന്താണ്? പുതിയ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് √3. അപ്പൊ നമ്മൾ ഒരു ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? x എന്നുള്ള വേരിയബിളിനെ u ലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ലിമിറ്റും കൂടി മാറ്റണം. ഇവിടെ u ന്റെ പുതിയ ലിമിറ്റ് എന്താണ്? 1 to √3. x ന്റെ ലിമിറ്റ് എന്തായിരുന്നു? 0 to 1/2 log 3 ആയിരുന്നു. അതനുസരിച്ച് u ന്റെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. മറക്കരുത്. അപ്പൊ ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് √3 ആണ്. അപ്പൊ du by u square plus 1. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് u ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അതിനെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്താണ് 1/u square plus 1 എന്ന് പറഞ്ഞാൽ? tan inverse u. ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് √3 ആണ്. ലിമിറ്റ് കൊടുക്കാം. tan inverse √3 മൈനസ് tan inverse 1. ഈ tan inverse √3 എന്താണ്? sin 60 അല്ലേ? sin 60 by cos 60 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 60 is equal to sin 60 by cos 60. അപ്പോൾ √3/2 by 1/2 therefore √3. അപ്പോൾ tan 60 ഡിഗ്രി വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? √3 കിട്ടുക. tan 60 ഡിഗ്രി വരുമ്പോഴാണ് √3 കിട്ടുക. അപ്പൊ നമ്മുടെ ഈ ആംഗിൾ എത്രയാണ്? tan inverse √3 എന്ന് പറഞ്ഞാൽ π/3 ആണ്.
ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/4 ആണ്. കാരണം എന്താണ്? ടാൻ π/4 ആണ് 1. അപ്പൊ 5/3 മൈനസ് 5/4 ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4π മൈനസ് 3π ഡിവൈഡഡ് ബൈ 12. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 4π ൽ നിന്ന് 3π കുറച്ചാൽ π വരും. π ഡിവൈഡഡ് ബൈ 12. ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? π/12 എന്ന ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്തത് എങ്ങനെയാണ്? ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിച്ചത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ e⁻x പകരം എന്ത് കൊടുത്തു? u കൊടുത്തു. e⁻x u കൊടുത്തപ്പോ e⁻x dx നമുക്ക് എന്താ കിട്ടിയത്? du എന്ന് കിട്ടി. അപ്പോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ e⁻x dx പകരം എന്ത് കൊടുത്തു? du എന്ന് കൊടുത്തു. ഈ താഴെയുള്ള e⁻2x അതെങ്ങനെ യുലോട്ട് ഷിഫ്റ്റ് ചെയ്യും? e⁻2x എന്ന് പറയുന്നത് എന്താണ്? e⁻x ന്റെ സ്ക്വയർ ആണ്. e⁻x ഹോൾ സ്ക്വയർ, അതാണ് e⁻2x. x⁻m ഹോൾ റേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻m. അപ്പൊ e⁻2x ആണ്. അപ്പൊ e⁻2x e⁻x ഹോൾ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ u²+. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാവുന്ന വിധത്തിലായി. തീർന്നോ? തീർന്നില്ല. നമ്മൾ ലിമിറ്റും ചേഞ്ച് ചെയ്യണം. പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണോ? x = 0 ആകുമ്പോൾ u എന്താണ്? e⁻x ആണ്. e = e⁻0 that is equal to 1. അപ്പൊ ലോവർ ലിമിറ്റ് എന്താവുന്നു? u ന്റെ 1 വന്നു. ഇനി അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് x = 1/2 log 3. അപ്പൊ u എന്താണ്? e⁻1/2 log 3. ഈ 1/2 log 3 നമുക്ക് എങ്ങനെ എഴുതാം? log 3⁻1/2 എന്ന് എഴുതാം. കാരണം എന്താണ്? log a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? n log a. log a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? n log a. അപ്പൊ log 3⁻1/2. log 3⁻1 log 3⁻1/2 എങ്ങനെ എഴുതാം? നമുക്ക് 3⁻1/2 എന്ന് എഴുതാം. 3⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √3. അപ്പൊ പുതിയ ലിമിറ്റ് എന്താ കിട്ടിയത്? ലോവർ ലിമിറ്റ് 1 കിട്ടി, അപ്പർ ലിമിറ്റ് √3 കിട്ടി. ഇനി അതിനുശേഷം എന്ത് ചെയ്യാം? 1/u²+1 ഡയറക്റ്റ് ഇന്റഗ്രേഷൻ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/u²+1 ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ടാൻ ഇൻവേഴ്സ് u. ദെൻ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ടാൻ ഇൻവേഴ്സ് √3. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ എന്താണ്? π/3 ആണ്. π/3. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/4. π/3 ൽ നിന്ന് π/4 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? π/2. ഇതാണ് ഇതിന്റെ ആൻസർ. എന്ന് ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ 2022 എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോട്ടോ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തു.